കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളിൽ പുതിയ പൊൻതൂവലാകുന്ന വിഴിഞ്ഞം തുറമുഖം പദ്ധതി. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇന്നത്തെ ഈ വികസന ഗാഥയുടെ തുടക്കത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ വിഴിഞ്ഞം തുറമുഖ പ്രദേശങ്ങൾ അടക്കി ഭരിച്ചിരുന്ന രാജവംശമാണ് ആയി രാജവംശം. കേരളത്തിലെ ആദ്യത്തെ രാജവംശമാണ് ആയി രാജവംശം. വടക്ക് തിരുവല്ല മുതൽ തെക്ക് നാഗർകോവിൽ വരെയും കിഴക്ക് പശ്ചിമഘട്ടം വരെയുമുള്ള ഭൂമി ആഴ് രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തലസ്ഥാനമാക്കിയായിരുന്നു പുകൾപ്പറ്റ ആയി രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്. അക്കാലത്തെ വിഴിഞ്ഞം വലിയ ഒരു തുറമുഖവും പട്ടണവുമായിരുന്നു. ആയു രാജവംശത്തിൻ്റെ അഭിവൃദ്ധിയിൽ അസൂയമൂത്ത ചോള രാജവംശം കാലാകാലങ്ങളായുള്ള ആക്രമണങ്ങൾ കൊണ്ട് വിഴിഞ്ഞം തുറമുഖം നശിപ്പിച്ചു. ഒരുപക്ഷെ അങ്ങനെ നടന്നില്ലായിരുന്നുവെങ്കിൽ 2024 വരെ നീണ്ടുപോകില്ലായിരുന്നു വിഴിഞ്ഞം സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന്. അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന് എന്തുകൊണ്ട് വിഴിഞ്ഞം തിരഞ്ഞെടുത്തു എന്നത് പ്രധാനമാണ്. അറബിക്കടലിലെ തീരങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന വിഴിഞ്ഞം തീരത്തെ തുറമുഖ നിർമ്മാണത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട്. ഒരു അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന് ചില പ്രധാന മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, തുറമുഖത്തോട് ചേർന്നുള്ള അന്താരാഷ്ട്ര കപ്പൽ പാതയാണ്. വിഴിഞ്ഞത്തു നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാത കടന്നുപോകുന്നു. മറ്റൊന്ന്, ആഴവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം. മദർഷിപ്പുകളെ അടുപ്പിക്കുവാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ട് എന്നും അറിയപ്പെടാറുണ്ട്. 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ. ഇവയ്ക്ക് 350 മുതൽ 450 മീറ്റർ നീളമുണ്ടാവും. ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ 16 മുതൽ 20 മീറ്റർ താഴ്ചയിലാകും കാണപ്പെടുക. കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിനാകട്ടെ പ്രകൃതിദത്തമായി തന്നെ 20 മുതൽ 24 മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കുവാനുമാകും. ഈ കപ്പലുകളെ അടുപ്പിക്കാവുന്ന പോർട്ടായതിനാൽ തന്നെ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നും അറിയപ്പെടുന്നു. ടൂറിസം രംഗത്തും വൻതോതിലുള്ള വികസനം കൊണ്ടുവരുവാൻ വിഴിഞ്ഞത്തിനാവുമെന്ന് സർക്കാർ കണക്കുകൾ പറയുന്നുണ്ട്. നിലവിൽ കൊളംബോയിൽ ഒട്ടേറെ പോർട്ടുകളിൽ നിന്ന് കപ്പലുകൾ എത്തുന്നതിനാൽ കൊച്ചി ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ചരക്കുമാറ്റത്തിനായി ദിവസങ്ങൾ കാത്തുകിടക്കേണ്ട സ്ഥിതിയുണ്ട്. ഇവ ഒഴിവാക്കാനും വിഴിഞ്ഞത്തിൻ്റെ വരവിലൂടെ സാധിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് സാധ്യത ഏറെയുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ 2014 ഡിസംബറിൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിക്കുന്നു. പിന്നീട് 2015 അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 40 വർഷത്തേക്കുള്ള കിഴിവ് കരാർ ഒപ്പിടുകയും ചെയ്തു. കരാർ നടപ്പിലാക്കലിന് വേണ്ടി കേരള സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് BISL എന്ന പേരിൽ 100% സർക്കാർ അധീനതയിലുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചു. അന്തിമ അനുമതിക്ക് വേണ്ടിയുള്ള രേഖകൾ 2019 പിണറായി സർക്കാർ സമർപ്പിക്കുന്നു. 2014 തുടങ്ങി വെച്ച പദ്ധതി 10 വർഷത്തിനു ശേഷം സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയാണ്. ഈ മാസം 12-ാം തീയതി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുവാൻ പോകുന്ന, ടൂറിസം മേഖലയ്ക്ക് സാധ്യത ഏറെ കാണുന്ന, വ്യാവസായിക മേഖലയ്ക്ക് പുതിയ ചവിട്ടുപടിയായി മാറുവാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം ആരംഭിക്കുവാൻ പോവുകയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ലോകത്തെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ചാർട്ടേഡ് മദർഷിപ്പ് എത്തുന്നതിന് പിന്നാലെ 2 കപ്പലുകൾ കൂടി എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യ കപ്പലിൽ നിന്നും എത്തുന്ന കണ്ടെയ്നറുകൾ രാജ്യത്തിൻ്റെ വിവിധ തുറമുഖത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് 2 കപ്പലുകൾ എത്തുന്നത്. മാറിൻ അജൂർ, സിസ്പാൻ സാൻഡോസ് എന്നീ 2 ഫിഡൽ കപ്പലുകളാണ് എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു കപ്പൽ 13-ന് എത്തിച്ചേരുമെന്ന് അദാനി കമ്പനി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പിന്നാലെ അടുത്ത 2 മാസവും ലോകോത്തര കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോകും. അധികം വൈകാതെ ഓണക്കാലത്ത് കമ്മീഷനിങ്ങും നടക്കും. 2000-ലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പൽ ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ ചരക്കു കപ്പലാണ്. ചൈനയിലെ ഷിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. നിലവിൽ മലേഷ്യൻ തീരം വിട്ടുവെന്നാണ് വിവരം.
കപ്പലിലെ മുഴുവൻ ചരക്കും വിഴിഞ്ഞത്തിറക്കും. വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ 8 ഷിപ്പ് ടു ഷോർ ക്രെയിനും 23 യാർഡ് ക്രെയിനുകളും ചരക്കിറക്കും. മദ്രാസ് IIT വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്ററാകും വിഴിഞ്ഞത്ത് കപ്പലുകളെ നിയന്ത്രിക്കുക. എയർ ട്രാഫിക് കൺട്രോളിംഗ് മാതൃകയിലാണ് ഓട്ടോമാറ്റിക് നാവിഗേഷൻ സെന്റർ. സുരക്ഷിതമായ നങ്കൂരമിടലും തുറമുഖ പ്രവർത്തനവുമെല്ലാം ഇതിൽ ഭദ്രമാണെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. കപ്പലിലെത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കാൻ 24 മണിക്കൂർ പോലും വേണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ഒരു കണ്ടെയ്നർ അൺലോഡിംഗ് നടത്താൻ 10 മിനിറ്റ് മതിയാകും. വാട്ടർ സല്യൂട്ട് നൽകിയാകും ആദ്യ കണ്ടെയ്നർ ഷിപ്പിനെ വരവേൽക്കുക. തുറമുഖത്ത് സജ്ജമാക്കിയിരിക്കുന്ന വലിയ ടകായ ഓഷ്യൻ പ്രസ്റ്റീജിന്റെ നേതൃത്വത്തിൽ ഡോൾഫിൻ സീരീസ് 27, 28, 35 എന്നീ ചെറു ടഗുകളാണ് വാട്ടർ സല്യൂട്ട് നൽകുന്നത്. അങ്ങനെ ആഘോഷകരമായി സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ ഒന്നായ അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി മാറുന്നു. അഭിമാനിക്കാം ഓരോ മലയാളിക്കും.